Yes, dear students, good morning. അപ്പോൾ നമ്മൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ +1 എക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് 6th ചാപ്റ്റർ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ അതിൽ രണ്ടാമത്തെ മെഷർ ഓഫ് ഡിസ്പേർഷൻ ദാറ്റ് ഈസ് ക്വാർട്ടൈൽ ഡീവിയേഷൻ അതാണ് നമ്മൾ പഠിക്കുന്നത്. ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് ആൻഡ് ക്വാർട്ടൈൽ ഡീവിയേഷൻ QD എന്നാണ് നമ്മൾ അതിന് ഷോർട്ടായിട്ട് പറയുക. അപ്പോൾ എന്താണ് ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്നാണ് ആദ്യം പറയാൻ പോകുന്നത്. പല പ്രോബ്ലംസിലും പിന്നെ ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ചും കണ്ടുപിടിക്കാൻ വേണ്ടി പറയും. ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ തേർഡ് ക്വാർട്ടൈൽ ദാറ്റ് ഈസ് Q3 ആൻഡ് ഫസ്റ്റ് ക്വാർട്ടൈൽ Q1 ഓഫ് എ സീരീസ് ഈസ് കോൾഡ് ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച്. അതിൻ്റെ ഇക്വേഷൻ Q3 - Q1. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ, ഒന്നും കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ക്വാർട്ടൈൽസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ പിന്നെ എന്താ പറയുക, മൊത്തം സീരീസിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന, ഓരോ ക്വാർട്ടറായിട്ട് ഡിവൈഡ് ചെയ്യുന്ന 3 ബിന്ദുക്കളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്വാർട്ടൈൽസ് എന്ന് വിളിക്കുന്നത്. അതിലെ ഏറ്റവും മധ്യത്തിലുള്ള ഏറ്റവും മിഡിൽ മോസ്റ്റ് വാല്യൂ അതിനെ നമ്മൾ Q2 എന്ന് വിളിക്കും. Q2 എന്താ ചെയ്യുക, അതിൻ്റെ താഴെയുള്ള വാല്യൂസ് പകുതി ഭാഗം അതിൻ്റെ താഴെയായിരിക്കും, ബാക്കി പകുതി ഭാഗം അതിൻ്റെ മുകളിലായിരിക്കും. അപ്പോൾ Q2 തന്നെയാണ് മീഡിയനും. അത് ഓർത്ത് വയ്ക്കുക, 1 വേർഡ് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് വരും. Q2 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, മീഡിയൻ തന്നെയാണ്. Q2ഉം മീഡിയനും ഒന്നാണ്. ഓക്കെ, ഇനി ആദ്യത്തെ ക്വാർട്ടൈൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കാൽ ഭാഗത്തിനെയും അവസാനത്തെ മുക്കാൽ ഭാഗത്തിനെയും തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫസ്റ്റ് ക്വാർട്ടൈൽ അല്ലെങ്കിൽ Q1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ Q1 എന്ന വാല്യൂ ഇപ്പം നമ്മളൊരു ഡാറ്റ 1 മുതൽ 100 വരെ റോൾ നമ്പറുള്ള കുട്ടികൾ വരിയായിട്ട് നിൽക്കുകയാണെന്ന് വിചാരിക്കും, 1 മുതൽ 100 വരെ. അതിൽ ഫസ്റ്റ് ക്വാർട്ടൈൽ എന്ന് പറഞ്ഞാൽ ആ 25ാമത്തെ കുട്ടിയായിരിക്കും. അപ്പോൾ 25ാമത്തെ കുട്ടിയുടെ താഴെ 1 മുതൽ 25 വരെയും മുകളിൽ 26 മുതൽ 100 വരെയും ആണ്. അങ്ങനെയാണ്. ഇനി Q2 എന്ന് പറഞ്ഞാൽ ഏറ്റവും മിഡിൽ മോസ്റ്റ് കുട്ടിയായിരിക്കും. Q3 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 75നെയും അവസാനത്തെ 25നെയും തമ്മിൽ വേർതിരിക്കുന്ന അതിനെയായിരിക്കും എന്ത് പറയുന്നത്, Q3 എന്ന് പറയുന്നത്. ആദ്യത്തെ ഒരു സീരീസിലെ ആദ്യത്തെ 75% വാല്യൂസിനെയും അവസാനത്തെ 25% വാല്യൂസിനെയും തമ്മിൽ വേർതിരിക്കുന്ന വാല്യൂവിനെയാണ് നമ്മൾ തേർഡ് ക്വാർട്ടൈൽ അഥവാ Q3 എന്ന് പറയുന്നത്. അപ്പോൾ Q1 എന്ന് പറഞ്ഞാൽ എന്താ, ആദ്യത്തെ 25% വാല്യൂസിനെയും അവസാനത്തെ 75% വാല്യൂസിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു വാല്യൂവിനെയാണ്, ആ അതിർവരമ്പിനെയാണ് നമ്മൾ Q1 എന്ന് പറയുന്നത്. ഓക്കെ, Q2 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, മീഡിയൻ തന്നെയാണ്. അപ്പോൾ ഒന്നും കൂടി പറയാം, ഒരു സീരീസിനെ 4ആയിട്ട് വിഭജിക്കുന്ന 3 വാല്യൂസ് ഉണ്ടാവും. ആ 3 വാല്യൂസിനെയാണ് ക്വാർട്ടൈൽസ് എന്ന് പറയുന്നത്. അത് Q1, Q2, Q3 ഇതാണ് ക്വാർട്ടൈൽസ്. അതിൽ Q3യിൽ നിന്നും Q1 മൈനസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ചിൻ്റെ ഫോർമുല അവിടെ കൊടുത്തിട്ടുണ്ട്, Q3 - Q1. ഇനി ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ഹാഫ് ഓഫ് ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച്. ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ചിൻ്റെ പകുതിയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സെമി ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച്. അതിൻ്റെ മറ്റൊരു പേരാണ് സെമി ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച്. അതിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും, Q3 - Q1/2. അതായത് Q3 - Q1നെ വീണ്ടും ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യുക, അതിനെയാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ Q3 - Q1/2. ഇനി നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് ഇതിൻ്റെ ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ റിലേറ്റീവ് മെഷറാണ് എന്ത്, കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്, Q3 - Q1/Q3 + Q1 ആണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ കോഎഫിഷ്യൻ്റ്. അപ്പോൾ ആ ഇക്വേഷൻസ് രണ്ടും ബൈഹാർട്ട് പഠിക്കുക. 3 ഉണ്ട്. ഒന്ന് ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് Q3 - Q1, അടുത്തത് ക്വാർട്ടൈൽ ഡീവിയേഷൻ Q3 - Q1/2, അടുത്തത് കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ Q3 - Q1/Q3 + Q1.
ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ കണക്ക് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ സാധാരണ ഇൻഡിവിജ്വൽ സീരീസിൻ്റെ ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണാൻ വേണ്ടി പോവുകയാണ്. അതിന് ആദ്യം എങ്ങനെയാണ് Q1ഉം Q3യും കാണുക എന്നുള്ളത് പഠിക്കണം. ഫസ്റ്റ് ക്വാർട്ടൈൽ കാണാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? വാല്യൂസിനെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. മീഡിയൻ കാണുന്ന പോലെ തന്നെ ചെറുതിൽ നിന്നും വലുതിലേക്കായിട്ട് അറേഞ്ച് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് സൈസ് ഓഫ് n+1/4th ഐറ്റമാണ് Q1 എന്ന് പറയുന്നത്. എത്ര എണ്ണം ഉണ്ട് നോക്കുക. എണ്ണത്തിൻ്റെ കൂടെ 1 കൂട്ടിയിട്ട് 4 കൊണ്ട് ഹരിക്കുക. എന്നിട്ട് അത് എത്രാമത്തെയാണ്, ഈ സീരീസിൽ എത്രാമത്തെയാണെന്ന് എണ്ണി നോക്കുക. എന്നിട്ട് ആ വാല്യൂ എഴുതുക. അതാണ് Q1. എളുപ്പമാണ്, നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി Q3 എന്ന് പറഞ്ഞാലോ, ഈ Q1ൻ്റെ 3 ഇരട്ടി, അതായത് സൈസ് ഓഫ് 3 × n+1/4th ഐറ്റം. അതായത് എണ്ണത്തിൻ്റെ കൂടെ 1 കൂട്ടുക, അതിനെ 4 കൊണ്ട് ഹരിക്കുക. എന്നിട്ട് ആ സംഖ്യയെ എന്തുകൊണ്ട് ഗുണിക്കുക? 3 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എത്രയാണോ കിട്ടുന്നത് അത്രാമത്തെ വാല്യൂ, നമ്മളിപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നത് 8 ആണെങ്കിൽ നമ്മൾ എണ്ണുക. 8ാമത്തെ വാല്യൂ ആദ്യം തൊട്ടിട്ട് എണ്ണുക. 8ാമത്തെ വാല്യൂ ഏതാണെന്ന് എണ്ണുക. ആ വാല്യൂ നമ്മൾ Q3 ആയിട്ട് എഴുതണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു കണക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇതാ നമ്മൾ ഒരു സീരിയൽ നമ്പർ, കുട്ടികളുടെ സീരിയൽ നമ്പർ തന്നിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9. അവരുടെ മാർക്സ് സീരിയൽ നമ്പർ എന്നുള്ളതിന് പകരം നമുക്ക് റോൾ നമ്പർ കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ 10 കുട്ടികളുടെ റോൾ നമ്പർ വൈസ് ആദ്യത്തെ 10 കുട്ടികളുടെ മാർക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 10, 15, 20, 25, 30, 35, 40, 45, 50. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? എത്ര കുട്ടികളുണ്ട്? n ഉള്ളത് ഇവിടെ എത്രയാണ്? 9 ആണ് അല്ലേ? അപ്പോൾ ഇനി ചില കുട്ടികൾ എന്ത് ചെയ്യുമെന്നറിയോ? ഈ സീരിയൽ നമ്പർ എക്സ് ആയിട്ട് എടുക്കും. ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു പ്രോബ്ലം ചോദിച്ചിട്ട് ആ സീരിയൽ നമ്പർ റോൾ നമ്പർ എന്നൊക്കെ പറയുന്നത് എക്സ് ആയിട്ട് എടുക്കും. അത് തെറ്റാണ് കേട്ടോ. അത് സീരിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ഉണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ഇത് ഇൻഡിവിജ്വൽ സീരീസാണ്, 10 കുട്ടികളുടെ മാർക്കാണത്. അത് ശ്രദ്ധിക്കണം. സീരിയൽ നമ്പർ റോൾ നമ്പർ എന്നൊക്കെ പറയുമ്പോൾ അത് ആ എണ്ണത്തിനെ കാണിക്കുന്ന ഒരു സംഖ്യ മാത്രമേ ഉള്ളൂ. അതിനെ എക്സ് ആയിട്ട് എടുക്കരുത്. ഇവിടെ എക്സ് എന്ത് തന്നെയാണ്? ഈ മാർക്സ് ആണ്. മാർക്സ് ഏതാണ്? 10, 15. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ആ ക്രമത്തിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അസെൻഡിങ് ഓർഡറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയല്ല കൊടുത്തിരിക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം അതിനെ എന്താക്കി മാറ്റണം? അസെൻഡിങ് ഓർഡർ ആക്കി മാറ്റണം. ഓക്കെ, ഇനി നമ്മൾ നോക്കുക. Q1 കാണാൻ വേണ്ടിയിട്ട് എന്താ? സൈസ് ഓഫ് n+1/4th ഐറ്റം. അപ്പോൾ n ഇവിടെ എത്രയാണ് നോക്കുക? 9 അല്ല കേട്ടോ, 11 വരെ ഉണ്ട്. 10, 15, 20, 25, 30, 35, 40, 45, 50, 55, 60. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 11 എണ്ണം ഉണ്ട്. അപ്പോൾ n+1/4th ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 11 + 1/4. അപ്പോൾ 11 + 1 എത്രയാണ്? 12. 12/4 എന്ന് പറഞ്ഞാൽ എന്താ? സൈസ് ഓഫ് ദ തേർഡ് ഐറ്റം, 3ാമത്തെ ഐറ്റം. അപ്പോൾ എണ്ണി നോക്കുക. 1, 2, 3. ആ 3 ഏതാണ്? 20 ആണ്. ആ 20 എന്ന് എഴുതണം. ചില കുട്ടികൾ ഈ ആൻസർ കണ്ടുപിടിച്ചിട്ട് 3 എന്ന് അവിടെ എഴുതി വയ്ക്കുന്നു. സൈസ് ഓഫ് തേർഡ് ഐറ്റം എന്നുള്ളതിന് പകരം 3 എന്ന് എഴുതി വയ്ക്കും. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടുമോ? ഇല്ല. ആ തേർഡ് ഐറ്റം ഏതാണെന്ന് നമ്മൾ എണ്ണി നോക്കണം. തേർഡ് ഐറ്റം എണ്ണുമ്പോൾ എത്രയാണ് വരുന്നത്? 20 ആണ്. അപ്പോൾ Q1 നമ്മൾക്ക് കിട്ടി. ഇനി അടുത്തത് നമ്മൾ Q3 കാണാനാണ്. അപ്പോൾ Q3 കാണാൻ എന്താണ്? സൈസ് ഓഫ് 3 × n+1/4th ഐറ്റം. അപ്പോൾ n എന്ന് പറഞ്ഞാൽ 11 ആണ്. സൈസ് ഓഫ് 3 × ബ്രാക്കറ്റിൽ 11 + 1/4th ഐറ്റം. 11 + 1/4 എത്രയാണെന്ന് നമ്മൾ കിട്ടിയിട്ടുണ്ട്? 3 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 3 × 3 എന്ന് പറയുമ്പോൾ എത്രയാണ്? 9th. സൈസ് ഓഫ് 9th ഐറ്റം എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ 9ാമത്തെ നമ്മൾ എണ്ണി നോക്കുക. ഇവിടെ 9 സീരിയൽ നമ്പർ തന്നിട്ടുണ്ട്. അപ്പോൾ നേരെ 9ൻ്റെ താഴേക്ക് നോക്കിയാൽ മതി. എത്രയാണ് 9ൻ്റെ താഴെ? 50. 50 ആണ് മാർക്സ്. അപ്പോൾ 9th ഐറ്റത്തിൻ്റെ മാർക്ക് 50 ആണ്. അപ്പോൾ നമുക്ക് ക്വാർട്ടൈൽ, അതിന് മുമ്പ് ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? Q3 - Q1, അതായത് 50 - 20 = 30 എന്ന് എഴുതിയാൽ മതി ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച്. അതും കൂടി നിങ്ങൾ എഴുതിക്കോളൂ കണക്ക് ചെയ്യുമ്പോൾ. കാരണം പ്രോബ്ലം അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തെറ്റിപ്പോണ്ടല്ലോ. ഇനി അടുത്തത് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് എഴുതുക. ക്വാർട്ടൈൽ ഡീവിയേഷൻ Q3 - Q1/2. Q3 എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? 50. Q1 എത്രയാണ്? 20. അപ്പോൾ 50 - 20/2. 50 - 20 30 ആണ്. 30/2 എത്രയാണ്? 15. ആൻസർ എത്രയാണ്? 15 മാർക്സ് നമുക്ക് ആൻസർ കിട്ടും. ക്വാർട്ടൈൽ ഡീവിയേഷൻ, ഈ ക്വാർട്ടൈൽ ഡീവിയേഷൻ എത്രയാണ്? 15 മാർക്സ് ആണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ.
എന്നുള്ളത് നമുക്ക് കിട്ടും. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ, ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് കാണുകയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? Q3 - Q1 ഡിവൈഡഡ് ബൈ Q3 + Q1 ഈസ് ഈക്വൽ ടു 50 - 20 ഡിവൈഡഡ് ബൈ 50 + 20. അപ്പോൾ 50 - 20 30 ആണ്, 50 + 20 70 ആണ്. 30/70 പൂജ്യമൊക്കെ വെട്ടിപ്പോയാൽ 3/7. ആൻസർ എത്ര കിട്ടും? 0.43 എന്ന് നമ്മൾക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ക്വാർട്ടൈൽ ഡീവിയേഷനും കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷനും നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, എളുപ്പമാണ്. ഇത് മാത്രം നോക്കാൻ Q1 കാണണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം അറേഞ്ച് ഇൻ അസെൻഡിങ് ഓർഡർ. സ്റ്റെപ്പ് ഞാനൊന്നും കൂടി പറയാം. ഇൻഡിവിജ്വൽ വാല്യൂസ് ആണെങ്കിൽ Q1 ഉം Q3 കാണാൻ അറേഞ്ച് ഇൻ അസെൻഡിങ് ഓർഡർ. എന്നിട്ട് Q1 കാണാൻ സൈസ് ഓഫ് n+1/4 ഐറ്റം നമ്മൾ ഏതാന്ന് കണ്ടുപിടിക്കുക, അത് എണ്ണുക. അപ്പോൾ അവിടെ പിന്നെ സൈസ് ഓഫ് തേർഡ് ഐറ്റം ആണ്. അപ്പോൾ മൂന്നാമത്തെ 1 2, മൂന്നാമത്തത് 20 അങ്ങനെ. ഇനി സൈസ് ഓഫ് 3 × n+1/4 ഐറ്റമാണ് Q3. അപ്പോൾ അത് നമ്മൾ പിന്നെ 9th ഐറ്റം എന്ന് കിട്ടും. അപ്പോൾ 9ാമത്തേത് ഏതാണ്? എണ്ണ. ഇവിടെ നമ്മൾ സീരിയൽ നമ്പർ തന്നിട്ടുണ്ട്. ചില കണക്കിൽ സീരിയൽ നമ്പർ ഒന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ എണ്ണിയാൽ മതി. എന്നിട്ട് ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണാൻ Q3 - Q1/2, കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണാൻ Q3 - Q1/Q3 + Q1. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഹോംവർക്ക് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കാനുള്ളത്. ഇതും അസെൻഡിങ് ഓർഡറിൽ തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അസെൻഡിങ് ഓർഡർ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മന്ത്ലി വേജസ് ഓഫ് 10 വർക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. 120, 150, 170, 180, 181, 187, 190, 192, 200, 210. ഇതിൻ്റെ ഫസ്റ്റും തേർഡും ക്വാർട്ടൈൽസ് കണ്ടിട്ട് ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണാനാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത് പിന്നെ എന്ത് ചെയ്യാം, ആ കണക്ക് മനസ്സിലായോ എന്ന് നോക്കാം. ഇനി നമ്മൾ അടുത്ത പേജിലേക്ക് കടക്കുകയാണ്. അടുത്ത പേജിൽ നമ്മൾ എന്താണ് ഇനി എന്താ ബാക്കിയുള്ളത്? നമ്മൾ ഇൻഡിവിജ്വൽ സീരീസ് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി എന്താണ്? ഡിസ്ക്രീറ്റിൻ്റെ നോക്കണം അല്ലേ? ഡിസ്ക്രീറ്റിൽ എങ്ങനെയാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇതിപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ചോദ്യത്തിൻ്റെ ഉത്തരം കാൽക്കുലേഷൻ ഓഫ് പാർട്ടീഷൻ വാല്യൂസ് എന്നുള്ള അതിൻ്റെ ഉത്തരം ഇവിടെ കൊടുത്തിരിക്കുകയാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പോസ് ചെയ്ത് ഉത്തരം എന്താണെന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം, നിങ്ങൾ ചെയ്തത് ശരിയല്ലേ എന്ന് നോക്കാം. ഓക്കെ, ഇനി നമ്മൾക്ക് ഡിസ്ക്രീറ്റ് സീരീസിൻ്റെ ഫ്രീക്വൻസി അറേ ആൻഡ് ക്വാർട്ടൈൽ ഡീവിയേഷൻ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ഡിസ്ക്രീറ്റ് സീരീസിൻ്റെ. അപ്പോൾ ഇതാ ഇവിടെ വേജസ്, കുറേ ആൾക്കാരുടെ വേജസ് കൊടുത്തിട്ടുണ്ട്. 10, 20, 30, 40, 50, 60, 70, 80, 90, 100 എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട് 2, 11 തന്നെയാണെന്ന് വിചാരിക്കുന്നത്. 11 അല്ല, 8 ആണ്. 2, 8, 20, 35, 42, 20, 28, 26, 16, 2 ഇതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഇത് നമ്മളിങ്ങനെ കോളമാക്കിയിട്ട് എഴുതുക. വേജസ് ഒരു കോളത്തിൽ എഴുതുക, അത് എക്സ് ആണ് നമ്മളുടെ ഫ്രീക്വൻസി എഫ് എഴുതുക. എന്നിട്ട് നമ്മൾ എന്ത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണുക. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടിക്കൂട്ടി എഴുതുക, ഫ്രീക്വൻസി കൂട്ടിക്കൂട്ടി എഴുതുന്നതാണ്. അപ്പോൾ ആദ്യത്തത് 2 തന്നെ, അടുത്ത 2ൻ്റെ കൂടെ 8 കൂട്ടിയിട്ട് 10 ആയി, 10 + 20 30 ആയി, 30 + 35 65 ആയി, 65 + 42 107 ആയി, 107 + 20 127 ആയി, 127 + 28 155 ആയി, 155 + 26 181, 181ൻ്റെ കൂടെ 16 കൂട്ടിയാൽ 197, 197ൻ്റെ കൂടെ 2 കൂട്ടിയാൽ 199. അപ്പോൾ ഇത് ശരിയാണോ എന്ന് നമുക്കറിയാൻ എന്ത് ചെയ്താൽ മതി എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഫ്രീക്വൻസി തമ്മിൽ കൂട്ടിയിട്ട് അവിടെ ആദ്യം എഴുതുക, n = 191 99 എഴുതുക. എന്നിട്ട് ഈ ലാസ്റ്റ് കിട്ടുന്ന വാല്യൂ നമുക്ക് എന്നിൻ്റെ അതേ വാല്യൂ തന്നെയല്ലേ നോക്കുക. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മുടെ തെറ്റിയിട്ടൊന്നുമില്ല. ഇനി Q1 കാണാൻ വേണ്ടി സൈസ് ഓഫ് n+1/4 ഐറ്റം നേരത്തെ ചെയ്ത പോലെ. അപ്പോൾ 199 + 1/4 ഐറ്റം അത് 50th ഐറ്റാണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ 50 എവിടെയാണ് വരുന്നത് നോക്കുക. അപ്പോൾ ആ 2ൽ വരില്ല, 10ൽ വരില്ല, 30ൽ വരില്ല, 65ലാണ്. 30 കഴിഞ്ഞിട്ടാണല്ലോ 40ാമത്തെ വരിക. അപ്പോൾ അടുത്ത ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 65 എന്നുള്ളിടത്തിലാണ് നമ്മളുടെ ഏത് വരുന്നത്? എത്ര? 50th ഐറ്റം വരുന്നത്. ഓക്കെ, അപ്പോൾ 65ൻ്റെ നേരെയുള്ള വേജ് എത്രയാണെന്ന് നോക്കുക. 65ൻ്റെ നേരെയുള്ള വേജ് എത്രയാണ്? 40 ആണ്, 40 ആണ്. അപ്പോൾ Q1 = എന്ത് എഴുതാം? Q1 = 50th ഐറ്റമാണ്. അതെത്രയാണ്? 40 ആണ് എന്ന് നമ്മൾക്ക് എഴുതാം. അതായത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ n+1/4 എവിടെയാണോ വരുന്നത് എന്ന് നോക്കിയിട്ട് അതിൻ്റെ നേരെയുള്ള എക്സ് ആണ് Q1. അതേപോലെ തന്നെ Q3 കാണാൻ
കാണാൻ വേണ്ടിയിട്ട് നമ്മൾ സൈസ് ഓഫ് Q3 is equal to size of 3 into n plus 1/4th item. അപ്പോൾ 3 into 199 plus 1/4th item എന്ന് പറഞ്ഞാൽ 150th item ആണ് വരിക. അപ്പോൾ അത് 150 എവിടെയാണ് വരിക നോക്കുക. നമ്മുടെ 65 കഴിഞ്ഞ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ 65 കഴിഞ്ഞ് 107 വരൂല, 127 വരൂല, പിന്നെ ഇതാ 155 അതിലാണ് 127 കഴിഞ്ഞിട്ട് 155 വരെയുള്ള ഭാഗത്താണ് എന്ത് വരിക, 150 വരിക. അപ്പോൾ അതിൻ്റെ നേരെയുള്ള എക്സ് നോക്കുക. അതിൻ്റെ നേരെയുള്ള എക്സ് എത്രയാണ്, 70. അപ്പോൾ Q3 എത്രയാണെന്ന് കിട്ടി, 70 ആണെന്ന് കിട്ടി. അപ്പോൾ ഇത് രണ്ടും കിട്ടിയാൽ പിന്നെ നമുക്ക് ഭയങ്കര എളുപ്പമാണ് ക്വാർട്ടൈൽ ഡിവിയേഷൻ. അതിന് മുൻപ് ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് എഴുതാം. ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് ഇസ് ഈക്വൽ ടു Q3 മൈനസ് Q1, ദാറ്റ് ഈസ് 70 മൈനസ് 40 ഇസ് ഈക്വൽ ടു 30 എന്ന് കിട്ടും. അടുത്തത് ക്വാർട്ടൈൽ ഡീവിയേഷൻ Q3 മൈനസ് Q1 ബൈ 2, 70 മൈനസ് 40 ബൈ 2, 30 ബൈ 2 എത്രയാണ്, 15 എന്ന് കിട്ടും. അടുത്തത് കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ is equal to എന്താണ് നമ്മുടെ ഇക്വേഷൻ, Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ Q3 പ്ലസ് Q1, 70 മൈനസ് 40 ബൈ 70 പ്ലസ് 40 is equal to 30 by 110 is equal to 0.27. അപ്പോൾ Q3യും Q1ഉം കണ്ട് കിട്ടണ ബുദ്ധിമുട്ടേ ഉള്ളൂ, ബാക്കി എളുപ്പമാണ് നമ്മൾക്ക്. പിന്നെ ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ Q3 മൈനസ് Q1 ചെയ്യുക, ക്വാർട്ടൈൽ ഡിവിയേഷൻ എന്ന് പറഞ്ഞാൽ Q3 മൈനസ് Q1 ബൈ 2 എന്ന് ചെയ്യുക. കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡിവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ Q3 പ്ലസ് Q1. അപ്പോൾ അതിൽ നമ്മൾ കാൽക്കുലേറ്ററിൽ ചെയ്യുകയാണെങ്കിലും ആദ്യം Q3 മൈനസ് Q1 എത്രയാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം അവിടെ ഡിവിഷൻ ഇടണ്ട. Q3 മൈനസ് Q1 എത്രയാണെന്ന് കണ്ടുപിടിക്കുക, Q3 പ്ലസ് Q1 എത്രയാണെന്ന് എഴുതുക, എന്നിട്ട് 30 by 110 എഴുതിയിട്ട് എന്നിട്ട് നമുക്കത് പിന്നെ 30 ഡിവൈഡഡ് ബൈ 110 കാൽക്കുലേറ്ററിൽ ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി നമ്മൾക്ക് എന്താണ് നമുക്ക് ബാക്കിയുള്ളത്, കണ്ടിന്യൂസ് സീരീസാണ്. കണ്ടിന്യൂസ് സീരീസിൽ ഒരു ഇക്വേഷനൊക്കെ ഉണ്ട് നമുക്കത് പഠിക്കണമെങ്കിൽ. അപ്പോൾ പിന്നെ ഇതിൻ്റെ തന്നെ ഡിസ്ക്രീറ്റിൻ്റെ തന്നെ ഒരു പ്രോബ്ലം ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഏജും പിന്നെ മെമ്പേഴ്സും തന്നിട്ട് ഏജ് 20, 30, 40, 50, 60, 70, 80 വരെ തന്നിട്ടുണ്ട്. മെമ്പേഴ്സ് 3, 61, 132, 153, 140, 51, 3 അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമ്മൾക്ക് നമ്മുടെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ സീരീസ് ആൻഡ് ക്വാർട്ടൈൽ ഡിവിയേഷൻ, അതായത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ്, കണ്ടിന്യൂസ് സീരീസാണ്. ആ കണ്ടിന്യൂസ് സീരീസിൻ്റെ എങ്ങനെയാണ്, അതായത് ക്ലാസ് ഫ്രീക്വൻസി ആയിട്ട് തന്നാൽ നമ്മൾക്ക് എങ്ങനെയാണ് ക്വാർട്ടൈൽ ഡിവിയേഷൻ കാണുക. അതിൽ Q3യും ക്വാർട്ടൈൽ ഡിവിയേഷൻ കാണാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, സെയിം ഇക്വേഷൻ തന്നെയാണ്. Q3യും Q1ഉം കാണാനുള്ള ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പഠിക്കണം. ചോദ്യം ഇതാണ്, 0 to 20 ഏജും നമ്പർ ഓഫ് പേഴ്സൺസും ഉണ്ട്. 0 to 20, 20 to 40, 40 to 60, 60 to 80, 80 to 120. ഓക്കെ, അതിൽ നമ്പർ ഓഫ് പേഴ്സൺസ് 4, 10, 15, 20, 11. അത് നമ്മൾ എന്താക്കുക, അത് നമ്മൾ പിന്നെ 80 to 100 ആണ് കേട്ടോ, 120 അല്ല, 80 to 100. അവിടെ ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ കോളം വരയ്ക്കുക, ഏജ് എന്ന് എഴുതുക, നമ്പർ ഓഫ് പേഴ്സൺസ് എന്ന് എഴുതുക, അടുത്ത കോളം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതുക. അപ്പോൾ ഏജ് നമ്മൾ എഴുതി, നമ്പർ ഓഫ് പേഴ്സൺസ് എഴുതി, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആദ്യത്തത് 4 തന്നെ, 4നോട് അടുത്ത 10 കൂട്ടിയാൽ 14 അടുത്ത ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, ആ 14ൻ്റെ കൂടെ 15 കൂട്ടിയാൽ 29 അടുത്ത ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, ആ 29ൻ്റെ കൂടെ 20 എന്നുള്ള ഫ്രീക്വൻസി കൂട്ടിയാൽ അടുത്ത ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആയിട്ടുള്ള 49 കിട്ടും. 49ൻ്റെ കൂടെ 11 കൂട്ടിയാൽ അടുത്ത ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആയിട്ടുള്ള 60 കിട്ടും. ഇനി നമ്മൾ Q1 കാണാൻ സൈസ് ഓഫ് n/4th ഐറ്റം, എന്നുള്ളത് എന്താണ്, 60 ആണ്. അപ്പോൾ ഇവിടെ ടോട്ടൽ കണ്ടുപിടിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ എന്നുള്ളത് 60 ആണ്. അപ്പോൾ 60/4th ഐറ്റം ഇവിടെ n+1/4 കാണണ്ട, n/4 കണ്ടാൽ മതി. അപ്പോൾ 60/4th ഐറ്റം എന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് ദ 15th ഐറ്റം. അപ്പോൾ ആ 15th ഐറ്റം എവിടെയാണ്, 15 എവിടെയാണ് വരിക, ഇതിലാണ് വരിക. 29 എന്നുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലാണ് 15 എന്നുള്ളത് വരിക. അപ്പോൾ കാരണം ആദ്യത്തത് 4 ആണ്, അതിൽ വരില്ല, അടുത്തത് 14 വരികയുള്ളൂ. അപ്പോൾ ആ 29 എന്നുള്ള ഫ്രീക്വൻസിയിൽ ആ ക്ലാസ് ഏതാ, 40 to 60 എന്നുള്ള ക്ലാസ്സാണ്. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ഫസ്റ്റ് 15th ഐറ്റം
lies in the group 40 to 60 and falls within 29th cumulative frequency of the series. അത് അത്രയും നീട്ടി വലിച്ചൊന്നും എഴുതേണ്ട. ഫസ്റ്റ് ക്വാർട്ടൈൽ ക്ലാസ് ഏതാണ് 40 to 60 എന്ന് എഴുതുക. എന്നിട്ട് നമ്മൾ Q1 കാണാൻ നമ്മളൊരു ഇക്വേഷൻ എടുക്കണം. എന്താണ് ആ ഇക്വേഷൻ? Q1 is equal to, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. എൽ എന്ന് എഴുതിയാൽ മതി. L1 എന്നൊന്നും എഴുതേണ്ട. എൽ ഇവിടെ ക്ലിയർ അല്ല, ഞാൻ പറയാം, നിങ്ങൾ എഴുതിയെടുക്കുക. L plus n/4 minus CF divided by F into H. ഇവിടെ I ആണ്, നമ്മൾ സാധാരണ X എന്ന് എഴുതുന്നതുകൊണ്ട് ഞാൻ X എന്ന് പറയുകയാണ്. അപ്പോൾ ഇതൊന്നും കൂടി ഞാൻ പറയാം, നിങ്ങൾ എഴുതിയെടുക്കണം. ഇത് ക്ലിയർ അല്ല, ക്ലാരിറ്റി കുറവാണ്. L plus n/4 minus CF by F into H. ഇനി അത് ഓരോന്നും പറയാം. L എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ലോവർ ലിമിറ്റ് ഓഫ് ദ ഫസ്റ്റ് ക്വാർട്ടൈൽ ക്ലാസ്. എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ഫ്രീക്വൻസി. മൈനസ് CF എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ക്വാർട്ടൈൽ ക്ലാസ്സിന് തൊട്ട് മുൻപുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ബൈ F എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ക്വാർട്ടൈൽ ക്ലാസിൻ്റെ ഫ്രീക്വൻസി ഇൻറ്റു H അല്ലെങ്കിൽ I എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇൻ്റർവെൽ. ഓക്കെ, ഇത്രയും കാര്യമാണ് വേണ്ടത്. L ലോവർ ലിമിറ്റ് ഓഫ് ദ ക്വാർട്ടൈൽ ക്ലാസ്, N ടോട്ടൽ ഫ്രീക്വൻസി, CF എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാർട്ടൈൽ ക്ലാസിൻ്റെ തൊട്ട് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, F എന്ന് പറഞ്ഞാൽ ആ ക്ലാസിൻ്റെ ഫ്രീക്വൻസി, I അല്ലെങ്കിൽ H എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇൻ്റർവെൽ. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ ചെയ്യാണ്. Q1 is equal to നമ്മൾ എടുത്ത ക്ലാസിൻ്റെ ഫസ്റ്റ് ക്വാർട്ടൈൽ ക്ലാസിൻ്റെ ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 40 ആണ്. 40 പ്ലസ് n/4 എന്ന് പറഞ്ഞാൽ 60/4, അത് എത്രയാണെന്ന് കിട്ടും? 15 ആണെന്ന് കിട്ടും. അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ട് മുകളിലുള്ള 40 to 60 എന്നുള്ള പിന്നെ ക്ലാസിൻ്റെ തൊട്ട് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 14 ആണ്. അപ്പോൾ അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. തൊട്ട് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 15 മൈനസ് 14 ഡിവൈഡഡ് ബൈ F, ആ ക്ലാസിൻ്റെ ഫ്രീക്വൻസി. ആ ക്ലാസിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്? 15 തന്നെയാണ്. ഇൻറ്റു എന്താണ്? ക്ലാസ് ഇൻ്റർവെൽ എത്രയാണ്? 20 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം 40 ആദ്യം ചെയ്യാൻ പാടില്ല കാൽക്കുലേറ്ററിൽ. 40 അവിടെ വെക്കണം. ബാക്കി ഉള്ള ക്രിയകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ പിന്നെ നമ്മുടെ മനസ്സിൽ തന്നെ ചെയ്യുക. അപ്പോൾ 15 മൈനസ് 14 ആദ്യം ചെയ്യണം. അത് എത്രയാണ്? 1/15 ഇൻറ്റു 20. അപ്പോൾ അത് 1/15 ഇൻറ്റു 20 നിങ്ങൾ ചെയ്തിട്ട് ആ ആൻസർ 14ൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 41.33 എന്ന് Q1 കിട്ടും. ഇതേപോലെ തന്നെ Q3, ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സൈസ് ഓഫ് 3n/4 ഐറ്റം, അതായത് n എന്ന് പറഞ്ഞാൽ 60 ആണ്. 3 ഇൻറ്റു 60/4 ഐറ്റം, ദാറ്റ് ഈസ് 45th ഐറ്റം. അതെവിടെയാണ് വരിക എന്ന് നോക്കുക. 45th ഐറ്റം 49ലെടുത്ത് 29 കഴിഞ്ഞ് അടുത്ത 49 ആണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിലാണ് 60 to 80 എന്നുള്ളതിലാണ് 49th ഐറ്റം വരിക. അപ്പോൾ തേർഡ് ക്വാർട്ടൈൽ ക്ലാസ് ഇസ് ഈക്വൽ ടു നമ്മൾ എന്ത് എഴുതുക? തേർഡ് ക്വാർട്ടൈൽ ക്ലാസ് 60 to 80 ആണെന്ന് അവിടെ എഴുതുക. ഓക്കെ, തേർഡ് ക്വാർട്ടൈൽ ക്ലാസ് ഇസ് 60 to 80 എന്ന് എഴുതി വയ്ക്കാം. Q3 എന്ന് എഴുതിയിട്ട് സൈസ് ഓഫ് 3n/4 ഐറ്റം, ദാറ്റ് ഈസ് സൈസ് ഓഫ് 45th ഐറ്റം. എന്നിട്ട് അതിൻ്റെ താഴെ എഴുതുക തേർഡ് ക്വാർട്ടൈൽ ക്ലാസ് ഇസ് ഈക്വൽ ടു 60 to 80. എന്നിട്ട് Q3 കാണാനുള്ള ഇക്വേഷൻ Q3 ഇസ് ഈക്വൽ ടു L പ്ലസ് 3n/4 മൈനസ് CF ഡിവൈഡഡ് ബൈ F ഇൻറ്റു I. L എന്ന് പറഞ്ഞാൽ എന്താ? ലോവർ ലിമിറ്റ് ഓഫ് ദ തേർഡ് ക്വാർട്ടൈൽ ക്ലാസ്. N എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ടോട്ടൽ ഫ്രീക്വൻസി. CF എന്ന് പറഞ്ഞാൽ എന്താ? തേർഡ് ക്വാർട്ടൈൽ ക്ലാസിൻ്റെ തൊട്ട് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. F എന്ന് പറഞ്ഞാൽ എന്താ? ആ ക്ലാസിൻ്റെ തേർഡ് ക്വാർട്ടൈൽ ക്ലാസ് ആയിട്ട് നമ്മൾ അടയാളപ്പെടുത്തി വെച്ച ക്ലാസിൻ്റെ ഫ്രീക്വൻസി. I എന്ന് പറഞ്ഞാൽ എന്താ? ക്ലാസ് ഇൻ്റർവെൽ. അപ്പോൾ നമ്മൾ പിന്നെ 60 to 80 എന്നുള്ള ക്ലാസിൻ്റെ ലോവർ ലിമിറ്റ് 60 ആണ്. 60 പ്ലസ് 3 ഇൻറ്റു 60/4 മൈനസ് 29, അതിൻ്റെ തൊട്ട് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 29 ആണ്. 29/20 ഇൻറ്റു നമ്മുടെ ക്ലാസ് ഇൻ്റർവെൽ എത്ര തന്നെയാണ്? 20 തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 60 അവിടെ തന്നെ വയ്ക്കുക. 3 ഇൻറ്റു 60/4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 3 ഇൻറ്റു 15, ദാറ്റ് ഈസ് 45 മൈനസ് 29/20 എന്ന് എഴുതുക. അപ്പോൾ 45 മൈനസ് 29 എത്രയാണെന്ന് നോക്കുക. അപ്പോൾ എത്രയാണ്? 16 വരും. യെസ്, 16 16/20. 16 16/20 ഇൻറ്റു 20. അപ്പോൾ ഈ 20 വെട്ടിക്കളഞ്ഞാൽ
എത്ര കിട്ടും? 16 എന്ന് കിട്ടും. അപ്പോൾ 60 പ്ലസ് 16 16 എന്ന് കിട്ടും. 60 പ്ലസ് 45 മൈനസ് 29 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 20. അപ്പോൾ 45 മൈനസ് 29 ആണ് 16. 16/20 ഇൻറ്റു 20 എന്ന് പറയുമ്പോൾ 20 വെട്ടിക്കളഞ്ഞാൽ 60 പ്ലസ് 16 ഇസിക്കൽ ടു 76. അപ്പം നമുക്ക് രണ്ട് വാല്യൂം കിട്ടിക്കഴിഞ്ഞു. ആ രണ്ട് വാല്യൂം ഏത് രണ്ട് വാല്യൂം കിട്ടി? Q1 കിട്ടി, Q3 കിട്ടി. അപ്പോൾ ഇനി നമുക്ക് എളുപ്പമാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇസിക്കൽ ടു Q3 മൈനസ് Q1 ബൈ 2. 76/44 എത്രയായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചിരുന്നത്? 76 മൈനസ് എത്രയാണ്? ഫസ്റ്റ് ക്വാർട്ടൈൽ അത് ക്ലിയർ അല്ല, 41.33 എന്നാണ്. അപ്പോൾ 76 മൈനസ് 41.33 ബൈ 2 ഇസ് ഈക്വൽ ടു 34.67 ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 17.34 എന്ന് ക്വാർട്ടൈൽ ഡീവിയേഷൻ നമ്മൾക്ക് കിട്ടി. അടുത്തത് കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്താണ്? Q3 മൈനസ് Q1 ബൈ Q3 പ്ലസ് Q1. അതെങ്ങനെയാണ്? 76 മൈനസ് 41.33 ഡിവൈഡഡ് ബൈ 76 പ്ലസ് 41.33. ആദ്യം ഈ മൈനസ് ചെയ്യാനുള്ളത് ചെയ്തിട്ട് കാൽക്കുലേറ്ററിൽ ചെയ്തിട്ട് അത് മുകളിലിടുക, 34.67 എഴുതുക. അത് കഴിഞ്ഞിട്ട് ബൈ ഇട്ടിട്ട് ഇത് രണ്ടും ആഡ് ചെയ്യാനുള്ളത് ആഡ് ചെയ്തിട്ട് പിന്നെ അടിയിലിടുക. എന്നിട്ട് അതിൻ്റെ ആൻസർ നമ്മൾ വീണ്ടും കാൽക്കുലേറ്ററിൽ ചെയ്യുക. 34.67 ഡിവൈഡഡ് ബൈ 117.33 ഈക്വൽ ടു 0.30 എന്ന് നമ്മൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ 17.34 കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ 0.30 നമുക്ക് ആൻസർ കിട്ടും. ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്ത് നോക്കണം, ചോദ്യം വരുന്നതാണ്. നമ്മൾ പറഞ്ഞു റേഞ്ചിൻ്റെ കണ്ടിന്യൂസ് സീരീസ് ഒന്നും ക്വസ്റ്റ്യൻ വരാറില്ല. പക്ഷേ ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ അതായത് നിങ്ങൾ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ടൊന്ന് ഫോട്ടോ എടുത്തോളൂ. ഇങ്ങനെ ഇത് വെച്ചിട്ട് ഞാൻ കുറച്ച് നേരം പോസ് ചെയ്യുക. ആ പോസ് ചെയ്യുന്ന സമയം കൊണ്ട് നിങ്ങളതൊന്ന് പിന്നെ സ്ക്രീൻ ക്യാപ്ചർ ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അപ്പോൾ ഈ പ്രോബ്ലം ഒന്നിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടും. അത് ഇങ്ങനെ എടുത്താൽ മതി. ഇവിടെ വെച്ചിട്ട് നിങ്ങൾ എടുക്കുക കണ്ടിന്യൂസ് സീരീസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ പിന്നെ ഇത് നന്നായിട്ട് പഠിക്കുക. അപ്പം നമ്മൾ എന്താണ് ഇപ്പോൾ പഠിച്ചത്? നമ്മുടെ സെക്കൻഡ് മെഷർ ഓഫ് ഡിസ്പെർഷൻ ക്വാർട്ടൈൽ ഡീവിയേഷനാണ് പഠിച്ചത്. ഇതിൽ ആകെ ബുദ്ധിമുട്ടുള്ളത് എന്താണ്? Q1 Q3 കാണാനുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. അതിൽ ഇൻഡിവിജ്വൽ സീരീസിനും ഡിസ്ക്രീറ്റ് സീരീസിനും അത് എളുപ്പമാണ്. അത് സൈസ് ഓഫ് n+1/4 ഐറ്റം കണ്ടുപിടിച്ച Q1 ആയി, സൈസ് ഓഫ് 3 × n+1/4 ഐറ്റം കണ്ടുപിടിച്ച Q3 ആയി. കണ്ടിന്യൂസിന് മാത്രമാണ് ആ ഇക്വേഷനും കൂടി, അത് മീഡിയൻ്റെ ഇക്വേഷൻ പോലെയുള്ള ഇക്വേഷനാണ്. ആ ഇക്വേഷനും കൂടി പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇത് ഇത്തിരി ലോങ് ക്ലാസ് ആയിപ്പോയി, സോറി. ഇത്രയെങ്കിലും പറയാണ്ടത് പറയാൻ പറ്റൂല. ഓക്കെ.